9 വയസ്സിൽ എൻ്റെ ബാപ്പ മരിച്ചു. 12 ഉമ്മയും പോയി. അപ്പ നാട് വിട്ടതാ. പല നാട്ടിലും ഇറങ്ങി, എങ്ങനെയോ ഇവിടെ തങ്ങിപ്പോയി. പിന്നെ അങ്ങോട്ട് പോയില്ല. നാട്ടിലിപ്പോ ബന്ധുക്കളാരും ഇല്ലേ? വാപ്പാന്റെ വകയില് ഒരു അമ്മായി ഉണ്ടായിരുന്നു. അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ ആവോ? എടക്കര. എടക്കര ഞാൻ പോയിട്ടില്ല. രാമനാട്ടുകരയ്ക്ക് അടുത്താന്നാ തോന്നുന്നത്. അങ്ങോട്ടേക്കുള്ള വഴിയും കൂടെ ഇപ്പൊ പിടിയില്ല. 40 മിനിറ്റായി. അതായത് അത്രയും സമയം പോയി കിട്ടിയെന്ന് അർത്ഥം. ഇനി ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഏമാമാര് വരും ഇൻസ്പെക്ഷന്. നമ്മളൊക്കെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. അവന്മാര് തോന്നുമ്പോ വരും. എന്തായാലും മലബാർ ഹോട്ടലിൽ നിന്ന് ഒരു ബോർഡ് കണ്ടിട്ട് കേറിയത് നന്നായി. പരിചയപ്പെടാൻ സാധിച്ചല്ലോ. മക്കളാ. എന്താ പേര്? സാഹിറ. എന്റെ പേര് മാധവൻകുട്ടി. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൂപ്പർവൈസറാ. മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാൻ +2 ഇവള് 3 ഓ, മോൾ എവിടെന്നാ മലയാളം പഠിച്ചത്? 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച മലയാളമല്ല, ഞാൻ ഓളെയും പഠിപ്പിച്ചു. 4ാം ക്ലാസ്സിൽ തോറ്റപ്പോ വാപ്പ മലയാളം വായന നിർത്തി. പിന്നെ ഞാൻ ഇവിടുന്നൊക്കെ തപ്പിപ്പിടിച്ച് വായിക്കാറുണ്ട്. അപ്പൊ ഷംല മോളോ? മലയാളം ഒരു ദിവസം വീട്ടിലേക്ക് വരണം. നിനക്കൊരു കൂട്ടുകാരിയെ തരാം. നിന്റെ പ്രായമാണ് എന്റെ മോക്ക്. ശരി എന്നാ. ശരി സാർ. अरे श्यामला संभल कर। आज मैं दीदी से पहले आ गई। कोई मुझे बचाओ। നിങ്ങൾ രണ്ടാളും കൂടെ ഓളെ മേലെ വീണാ ശരിയാവൂല. ഓള് ചത്തുവും. പോരാത്തതിന് എന്താണ് എന്റെ സൈസ്? ഒന്ന് പോവാപ്പാ. കുറച്ചൊരു അടക്കൊതുക്കൊക്കെ വേണം ഞാനൊക്കെ. പിന്നെ സാഹിറാന്റെ നിക്കാഹ് കഴിഞ്ഞാല് നമുക്ക് നാട്ടിൽ പോയനി. पर केरला मेरा वतन नहीं है, वहाँ जाने का मेरा कोई खास उल्छा भी नहीं। എന്നാ നീ ഇവിടെ നിന്നോ, ഞാൻ പോവും. ചെറുതിനെയും കൊണ്ടുപോകും. मैं आपको ऐसे करने नहीं दूंगी। ബാപ്പ പറയണ കേട്ടാ തോന്നും ബാപ്പാനെ കാത്തോടെ നിറയെ ആൾക്കാരുണ്ടെന്ന്. उन्हें पता भी नहीं कहाँ है उनका गाँव। എടക്കര. എടക്കര കണ്ടുപിടിച്ചാ പിന്നെ फिर क्या? അവിടെ ആരും ഉണ്ടാവില്ല സ്വന്തക്കാരായിട്ട്. പക്ഷെ അതൊന്നും സാരല്ല. ഞാൻ അവിടെ കുറച്ച് സ്ഥലം വാങ്ങും, ഒരു 10 സെന്റ്. എന്നിട്ട് അതിലൊരു കൊച്ചു പെര വെക്കും. हमारे घर के सामने बहुत सारे फूल भी खिलते होंगे ना? हम भी केरला जाएंगे अप्पू के साथ। ഷംല, എന്താ മോളെ? सब लोगों ने हंसना बंद कर दिया। ഷംല മോള് സ്വപ്നം കാണുമായിരുന്നോ? सबके मुंह पे हंसी थी, जाने कैसे चली गई। મારા સૌ હિન્દુ ભાઈઓ, મને એ સમજાતું નથી કે શા માટે આપણે આ સાવ નક્કામાં મુસલમાનોને આપણા ભાઈઓ માનીએ છીએ? શા માટે એમની સ્ત્રીઓને આપણી બહેનો ગણીએ છીએ? શા માટે એમને આપણા દેશમાં જીવવા દઈએ છીએ, એમને આશરો આપીએ છીએ? સત્ય શું છે એ જરા જઈને જોશો તો સમજાશે. ગોધરામાં હજુ થોડા જ કલાકો પહેલા એમણે આપણા 46 કાર સેવકોને જીવતા સળગાવી દીધા છે. શું આપણે હવે એમને એમના ઘોર કૃત્ય માટે માફ કરવા જોઈએ? ના! એમને આપણા પવિત્ર હિન્દુસ્તાનની ધરતી પર રહેવા દેવા જોઈએ? જરા પણ નહીં. તો હું એમને ખુલ્લો પડકાર ફેંકું છું કે તમારે તમારા દેશમાં જતા રહેવું. તમારો દેશ છે પાકિસ્તાન. હિન્દુસ્તાન હિન્દુઓનો દેશ હતો, હિન્દુઓનો દેશ છે અને હિન્દુઓનો દેશ જ રહેશે. छोड़ो मत। नहीं, तू अंदर जा। श्यामला को संभाल। जा। വാപ്പ ഒരു എന്താ ചെയ്യൂ? പാപ്പാ! പീടിയെല്ലാം കച്ചു പൊളിച്ചല്ലേ. खुदा के लिए हमें कुछ मत करना. જીવતા
गाड़ी रोकते हैं कोई पड़ोस है उठा उसको റബ്ബേ എന്തത് അല്ല ഇതാരെ കുട്ടി എവിടുന്നാ ഈ കുട്ടി നിങ്ങളുടെ വണ്ടിയിൽ കയറിയത്? അറിയില്ല ഡോക്ടറെ, ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് വരീനി ബൈക്കെന്ന് എവിടുന്നോ കയറിയതാ. അതിനൊന്നും പറ്റാണ്ടിരുന്ന മതിയേനു. ഏടുന്നാ കേറിയ നിങ്ങൾക്ക് ഒരു പിടിയില്ല. പിടുത്തമല്ല. നിങ്ങൾ പോരെ നോക്കി ഇടയ്ക്ക് നിർത്തിയേ. അഹമ്മദാബാദിലും പൂനെയിലും പിന്നെ മംഗലാപുരത്തും. അഹമ്മദാബാദും നയിക്കോ? ആടിപ്പോ കലാപം നടക്കല്ലേ? BP ചെക്ക്. ശരി മാഡം. ജീവൻ രക്ഷപ്പെട്ടു, പക്ഷെ അപകടനില തന്നെയാ. ജീവൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. ശരിക്കും നിങ്ങളെ രക്ഷപ്പെട്ട് 2-3 ദിവസം അന്നവും വെള്ളവും ഇല്ലാതെ നിങ്ങളെ വണ്ടി കിടന്നൊരു പെൺകുട്ടി മരിച്ചാ നിങ്ങൾ ശരിക്കും കുടുങ്ങിയനെ. അത് ശരിയാ.
ഇനി ആരും ഇവിടെ നിൽക്കണ്ട. ആ എല്ലാരും പോയിക്കോളി ചെല്ല്. തന്നോടും കൂടിയാ പറഞ്ഞത്. അല്ല ഞാൻ പിന്നെ ഇവിടെ തനിക്ക് എന്താ ഇവിടെ കാര്യം? എന്റെ മോളെ ഇവിടെ അഡ്മിറ്റ് ആക്കിക്കണ് ജനറൽ വാർഡില്. ജാസ്മിൻ എന്നാ ജനറൽ വാർഡിലേക്ക് പോ. മാഡം, ഈശോയെ എന്റെ ദൈവമേ, കടിച്ചു പറിച്ചു കളഞ്ഞു പാവികള്. Come, put it. Fresh cotton. दीदी 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 വിഷമിക്കാതെ, സാരമില്ല സാരമില്ല. എലിസബത്തിനെ ആരെങ്കിലും ബലമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ദൈവകാരുണ്യം കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല മാഡം. ഹോ, അതിലും വൃത്തികെട്ട ഒരു അനുഭവമില്ല. എലിസബത്തിന് അറിയാമോ, 6 മാസം പിടിച്ചു ഞാൻ അതിന്റെ ഷോക്കിൽ നിന്ന് ഊരിപ്പോരാൻ. ഈ കുട്ടിയെ പലരും ചേർന്ന് മൃഗീയമായി ഉപദ്രവിച്ചിട്ടുണ്ട്. അവളുടെ ശരീരത്തിന് പറ്റിയ കുഴപ്പങ്ങൾ നമുക്കില്ലാതാക്കാം. പക്ഷേ എന്തായിരിക്കും അവളുടെ മനസ്സ്? ഡോക്ടറെ, ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഡോക്ടറെ? അല്പം ജീവൻ കൂടി ബാക്കിയുണ്ട്. എന്താ ഡോക്ടർ? ഡോക്ടർ മേരി വർഗീസ്. ഇതിലേ അങ്ങോട്ട് പോയാൽ മതി. ഗുജറാത്തിൽ നിന്നോ മറ്റോ ഓടിപ്പോകുന്നതാവാനാണ് സാധ്യത. ഒരുപാട് പേര് ചേർന്ന് ഉപദ്രവിച്ചിട്ടുണ്ട് ആ കുട്ടിയെ. എന്തായാലും ആദ്യം ഞാൻ അവളെ ഒന്ന് നോർമലാക്കി എടുക്കട്ടെ. ഗുജറാത്തിൽ നിന്നാണ് വന്നതെങ്കിൽ അത് രാഷ്ട്രീയക്കാർ ഏറ്റുപിടിക്കും. അതല്ല മറ്റു വല്ല ഗുലുമാൽ ഒപ്പിച്ചാണെങ്കിൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. ഡിലേ വരാതെ അന്വേഷിക്കേണ്ടത് ഞങ്ങൾ പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ്. എന്തായാലും ക്രിമിനൽ ഒന്നും അല്ലല്ലോ ആ കുട്ടി. അതല്ല, പിന്നെന്താ? ഒന്ന് കണ്ടിട്ട് പോകുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. എലിസബത്ത്, ദേ അവൾ അനങ്ങുന്നു. എന്നെ കണ്ടിട്ട് പേടിക്കുന്ന എന്തിനാ? ഒരാൾക്ക് ബോധം തിരിച്ചു കിട്ടുമ്പോ കാണാൻ പറ്റിയ വേഷമല്ലല്ലോ നിങ്ങളുടേത്. എലിസബത്ത്, ലിഫ്റ്റ് ഹർ എ ബിറ്റ്. മോളെ, ഗുഡ്. तुम्हारा language what?
എവിടെയും മേരി ഡോക്ടർ റൂമിലാണോ? അതെ, പക്ഷേ ആരാന്ന് പറഞ്ഞില്ല. കുട്ടിയൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം ഡോക്ടർ. പ്ലീസ്, നിങ്ങൾ ആരാന്ന് പറയൂ. ഞാൻ ആരാന്ന് ചോദിച്ചു നോക്കണ്ടേ ഡോക്ടറോട്. ഏയ് സ്റ്റോപ്പ്. ഹലോ, എവിടുന്നാ ഇപ്പോ? ഒരു വലിയ യാത്ര കഴിഞ്ഞ് വരിക, ജയ്സാൽമർ. അവിടെ ഒരു നേഴ്സിംഗ് ഹോമിൽ 6 മാസം ജോലി ചെയ്തു. എന്നിട്ട് വീട്ടിൽ പോയില്ലേ? അതല്ലേ അത്ഭുതം. ഇല്ല, തലശ്ശേരി വരെ എത്തിയതാ. അവിടെ എത്തിയപ്പോഴറിഞ്ഞ ഭാര്യ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിന്ന്. അവരിപ്പോൾ ബാംഗ്ലൂരാ കുട്ടികളും. അപ്പൊ ഇതൊന്നും ഡോക്ടർ അറിയുന്നില്ല? കുറച്ചു കാലമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പിന്നെ തലശ്ശേരി വന്ന സ്ഥിതിക്ക് പെട്ടെന്ന് തോന്നി മാഡത്തിൻ്റെ കൂടെ 1 മാസം ആതുരസേവനം നടത്തി കളയാന്ന്. ഡോക്ടർ ഇപ്പോ വന്നതെന്തായാലും വലിയ കാര്യമായി. അതെന്താ, ഇനി സ്പെഷ്യൽ കേസ്? ഡോക്ടർ എവിടെ താമസിക്കുക? താമസവും ഭക്ഷണമൊക്കെ ഡോക്ടർ അറേഞ്ച് ചെയ്ത് തരണം. ഏറ്റു. കിടന്നോളൂ. എങ്ങനെയുണ്ട് ഇപ്പോ? കുറവുണ്ട്. BP സബ്സൈഡ് ചെയ്യുന്നില്ല. ഡയബറ്റിക് ആണല്ലേ? ഭക്ഷണ സമയത്തിന് കൊടുക്കണം കേട്ടോ. ഹലോ, പെട്ടെന്ന് ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. ഡോക്ടർ എപ്പോ വന്നു? ദേ ഇപ്പോ സുന്ദരനല്ലേ? ഇതൊരു ആക്സിഡന്റാ, മൾട്ടിപ്പിൾ ഫ്രാക്ചർ. ഇത് ജാസ്മിൻ, ബാക്ടീരിയൽ ന്യൂമോണിയ ആണ്. എങ്ങനെയുണ്ട് മോളെ? അയ്യോ, ഡോക്ടർ സാറ് ഡോക്ടറാന്നറിയില്ലായിരുന്നു. പിന്നെ എഞ്ചിനീയർ ആണെന്ന് വിചാരിച്ചോ? അവള് വളരെ വീക്കാണ്. She was brutally assaulted. Was she raped? Yes, she was raped. ഒരാളല്ല, അവരവളെ കീറിക്കളഞ്ഞിട്ടുണ്ട്. ജീവൻ ബാക്കിയായതിൻ്റെ ഭാഗ്യം. എന്തായിരിക്കും ഇപ്പൊ അവളുടെ മനസ്സ്? ഡോക്ടർക്കത് മനസ്സിലാവില്ല. ഒരാണിനും. She will be 19 or 20. മുഴുവൻ ജീവിതവും ബാക്കിയുണ്ട് അവൾക്ക്. ഒരു പൂവ് പിച്ച് ചീന്തി എറിഞ്ഞതുപോലെ. എനിക്കും അതന്നെയാ തോന്നിയത്. ലൈക്ക് എ ഫ്ലവർ. Are you still bruising frequently? ഇപ്പോൾ വളരെ കുറവാ. എന്ന് വെച്ചാൽ പകല് തീരെയില്ല. രാത്രി 7 മണി കഴിഞ്ഞ് ഒരു 4 4? ചിലപ്പോൾ 5. അത് ശരി. അപ്പോൾ ഒരു മാറ്റവും ഇല്ല. ഈ കുട്ടി നമ്മൾ പറയുന്ന മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കുക കള്ളി. ഏയ്, അത് പാവം. എന്ത് മനസ്സിലാക്കാനാ? ഇവൾക്ക് മലയാളമൊക്കെ അറിയാം, ഉറപ്പ് അല്ലേ മോളെ? എന്നെ കാണുമ്പോൾ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്, പക്ഷെ ചിരിക്കില്ല. സായറ, ചെറുപ്പക്കാരായ ആൺകുട്ടികളുടെ ചുറ്റും ഇങ്ങനെ തുള്ളിച്ചാടി നടക്കണ്ട. Hi, how are you? അല്ലാ, മാതാവേ, ഈ കൊച്ചു മുസ്ലിമാ? അതെ, പക്ഷെ നമ്മളിപ്പോൾ അതറിഞ്ഞിട്ടില്ല. അവൾ തന്നെ പറയട്ടെ. ഗുഡ് മോർണിംഗ്.
പുറത്തേക്കെല്ലാം വന്ന് തുടങ്ങിയല്ലേ? നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലേ? ഇയാളാരാ? ഞാനീടെ എന്റെ മോളെയും കൊണ്ട് വന്നതാ. എന്നാ പോ. ഓ. ആഹാ, ഡോക്ടർ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? ഞങ്ങൾക്ക് കുറച്ച് രഹസ്യങ്ങൾ പറയാനുണ്ട്. ഡോക്ടർ പോയിക്കോളൂ. എന്നെ പറ്റി പരാതിയൊന്നും പറയില്ല മോളെ. അവൾ എന്നോട് എല്ലാം തുറന്നു പറയാൻ പോവാ. ഡോക്ടർ നോക്കിക്കോളൂ. ബൈ. ഈ സ്ഥലം എങ്ങനെ? ഹൗ ഇസ് ദിസ് പ്ലേസ്? കൈസാ ഹേ ജഗ? ഇത്രയും സ്റ്റോക്കേ ഉള്ളൂ എൻ്റെ കയ്യിൽ. തമിഴും തെലുങ്കൊന്നും അവൻ എന്തായാലും വഴിയില്ല. ബതാവോ തുമാരാ നാം ക്യാ ഹേ? തോറ്റു. ഡിഫീറ്റഡ്. ഹാർ ഗയാ. ആ കുട്ടി സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. Poor thing. ആ ഷോക്ക് അവൾ ഇനി രക്ഷപ്പെട്ടിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ അവളെ ജനറൽ വാർഡിലേക്ക് മാറ്റുന്നല്ലേ നല്ലത്? നോനോ, വാർഡിൽ മറ്റുള്ളവരുടെ നോട്ടോ ഇടപെടലും ഒക്കെ കൊണ്ട് അവൾ കൂടുതൽ ഇൻസെക്യൂർ ആവും. അത് വേണ്ട. ഡോക്ടർക്ക് അറിയാനിട്ടാണ്. നാട്ടുകാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് അവൾക്ക് കൂടുതൽ ഗുണം ചെയ്യുള്ളൂ. ഇത്തരം കേസുകൾ ഐസൊലേഷൻ ആണ് കൂടുതൽ അപകടം. ഡോക്ടർ എന്താ ചിരിച്ച്? ഹേയ്, നത്തിങ്. ഡോക്ടർ ഒട്ടും മാറിയിട്ടില്ല. ഡോക്ടർ വല്ലാതെ മാറി. എഴുന്നേറ്റോളൂ. അതൊക്കെ കിടന്നോളൂ. റെസ്റ്റ് എടുത്തോളൂ കേട്ടോ. പാവം കുട്ടി. അതിന് ശരിക്കും നടക്കാനും കൂടി ആവുന്നില്ല. എന്നാലും ഇങ്ങനെയല്ല ഒന്ന് ആയി കിട്ടിയല്ലോ. ആ കുട്ടീന്ന് ശ്വാസം വിട്ടോട്ടെ. നിങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കാവുന്ന പോയേ. ചെല്ലേ. ഓ. പൈസ അടച്ച നമുക്ക് പോകാം. മോളെ ഡിസ്ചാർജ് ചെയ്തേക്കണ്. അല്ല, ശരിക്കും ഡിസ്ചാർജ് ആയോ?
ഇനി കുറച്ച് നടന്നാലോ? ആ സൂക്ഷിച്ച് എഴുന്നേക്കണം. നടന്നോളൂ, പതുക്കെ. സായിര സായിര ഉമ്മ മലയാളിയാണല്ലേ? എൻ്റെ പേര് സാഹിറ. ഗുജറാത്തിൽ അഹമ്മദാബാദിലായിരുന്നു. എല്ലാവരെയും ഓർക്കുന്നു. ഉമ്മേ, വാപ്പേ, അനിയത്തി എല്ലാം मैं जानती क्यों मेरे बाप और अम्मी ने उनसे भीख मांगी. उन्होंने किसी की नहीं सुना, सबको मार डाला. ആര് കരഞ്ഞതും ഒരു കേട്ടില്ല. വാപ്പാടെ പേരെന്താ? യൂസഫ് അലി. ഉമ്മ? ബൽക്കീസ്. സഹോദരങ്ങളുണ്ടോ? ഒരനിയത്തി. പേര്? ഷംല. ഗുജറാത്തിൽ എവിടെയായിരുന്നു? അഹമ്മദാബാദ്. വാപ്പയ്ക്ക് എന്തായിരുന്നു ജോലി? ഹോട്ടൽ നടത്തുമായിരുന്നു. പോലീസിനെ കാണുമ്പോ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? പേടിയല്ല, നഫ്രത്ത്. എന്ന് വെച്ചാ വെറുപ്പ്. സംസാരിക്കാൻ പറ്റുന്ന. ഗുജറാത്തിലെ വർഗീയ കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. അഹമ്മദാബാദിൽ പട്ടേൽ സ്ട്രീറ്റിലെ 20 വയസ്സുകാരി സാഹിറയാണ് കോഴിക്കോട് എത്തിപ്പെട്ടിരിക്കുന്നത്. മരണത്തെ മുഖാമുഖം കണ്ട പെൺകുട്ടി പഞ്ചാബിൽ നിന്ന് കേരളത്തിലേക്ക് വരികയായിരുന്ന ചരക്ക് ലോറിയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. സാഹിറയുടെ മാതാപിതാക്കളും സഹോദരിയും കലാപത്തിൽ കൊല്ലപ്പെട്ടതായി പോലീസ് പറഞ്ഞു. അത്ഭുതം തന്നെ. ഗുജറാത്തിൽ നിന്ന് ഇതുവരെ ഒരു പെണ്ണൊറ്റയ്ക്ക് ചാവുന്ന ഉറപ്പായോണ്ടാ ഓൾ ഓടി ഇങ്ങനെ രക്ഷപ്പെട്ടത്. അങ്ങനെ ഒരു നില വന്നാ പിന്നെ മുമ്പും നോക്കാനുണ്ടാ. ജലപാടില്ലാതെ 3 ദിവസം ലോറി കടന്ന അവളിവിടെ എത്തിയത്. കോഴിക്കോട് എടക്കര സ്വദേശി യൂസഫ് അലിയുടെ ഹോട്ടലിന് നേരെ ആക്രമണമുണ്ടായത്. ഈ ബില്ല് പിടിക്കട്ടെ. കുടുംബം ഒന്നടങ്കം ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് കാണേണ്ടി വന്ന സാഹിറ, ആ കുട്ടി എന്തിൻ്റെ എല്ലാം ഒരു സിമ്പലാണ്. സഹനത്തിൻ്റെ, ചെറുത്തുനിൽപ്പിൻ്റെ, അതിജീവനത്തിൻ്റെ ഒരു സെക്യുലർ പെർസ്പെക്റ്റീവിലൂടെ അതിന് നോക്കുമ്പോൾ നീ എപ്പോഴെത്തി? അല്ല, ഗുജറാത്തി പെൺകുട്ടിയുടെ കാര്യം മാഷ അറിഞ്ഞിരിക്കണല്ലേ? ഏതായാലും നീയൊക്കെ അറിയുന്നതിന് മുമ്പ് ഞാൻ വിവരങ്ങൾ അറിയും. അതുകൊണ്ടാണല്ലോ നീയൊക്കെ എന്നെ മാഷയെന്ന് വിളിക്കുന്നത്. ഈ മുസ്ലിം സമുദായം ഇതിനെങ്ങനെ നോക്കിക്കാണുന്ന ഞാൻ ആലോചിക്കുന്നത്. മുസ്ലിം സമുദായത്തിന് അങ്ങനെ ഒരു ഏകരൂപമൊന്നുമില്ല. ഇവരിപ്പോ മുസ്ലിം അല്ലേ? നീ എങ്ങനെയുണ്ടോ ഇതിനെ കാണുന്നത്? നമ്മളിവന് സെക്യുലർ അല്ലേ മാഷ് പറഞ്ഞ പോലെ? മാഷ് ഒന്നും പറഞ്ഞിട്ടില്ല. അതിപ്പോ ഈ അതിജീവനത്തിന്റെ മതി മതി മതി. മുസ്ലിംസിന്റെ ഇടയിലും ഇപ്പൊ തീവ്രവാദം പറയുന്ന ചങ്ങാതിമാരില്ലേ? അവരുടെ കാഴ്ചപ്പാടില് ഇന്ന് ലോകം മുഴുവൻ വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹമാണ് ഇസ്ലാം. ഇസ്ലാമിനെ എതിർക്കുന്ന ഒരു ഫാഷൻ പോലെ വയ്ക്കണ്. അങ്ങനെ വേട്ടയാടപ്പെടുന്ന ഇസ്ലാമിന്റെ മുഴുവൻ പ്രതിനിധിയാണ് ഈ പെൺകുട്ടി. ഓള് വൈതെറ്റി പോവാതെ നോക്കേണ്ടത് നമ്മളെ കടമയാണ്. നമ്മളെ സംരക്ഷണയിൽ വേണം ഓളുടെ കയ്യാൻ. വരി. ഡോക്ടർ ഈ കേസ് എന്താ ചെയ്യണ്ടേ? ഈ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. 15 യൂണിറ്റ്സ്. ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി. ആരാ? വരി. ഞാൻ രായ് മുസ്ലിയാർ, എടക്കര ജമാഅത്ത് പള്ളിയിലെ ഖാദി. എടക്കര ഹുസൈനാജി,
എടക്കര സമത്. ആർക്കെ ഇതെന്താ സംഭവം? എടക്കര എന്നുള്ളൊരു കുട്ടിയുടെ ഉണ്ടല്ലോ, സാഹിറ. കുട്ടീന്റെ വല്യമ്മായി, അതായത് ഈ മരണപ്പെട്ടു എന്ന് പറയുന്ന യൂസുഫ് അലിയുടെ നേരെ അമ്മായി. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഓരിടത്തേക്ക് കുട്ടീനെ കൊണ്ടുപോവാനാ അവരൊക്കെ. അതെ. നിങ്ങൾക്ക് ഇതിൽ എന്താ കാര്യം? ഞാനും ഇടക്കരക്കാരനാ. പോരാഞ്ഞിട്ട് കുട്ടീന്റെ ഒരു അകന്ന ബന്ധുവായിട്ടും വരും. ഗുജറാത്തിൽ വളർന്നൊരു കുട്ടി ബാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടപ്പം ജീവൻ രക്ഷിക്കാനായി ഇറങ്ങി ഓടിയെത്തിയത് സ്വന്തം നാട്ടിൽ. അള്ളാന്റെ കാരുണ്യം എന്നല്ലാതെ വേറെന്താ പറയാ. ഇനിയിപ്പോ ആ കുട്ടിയുടെ ഉത്തരവാദിത്വം ന്യായപ്രകാരം ഞങ്ങൾക്കാ. ഞങ്ങളെ സമുദായത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമല്ലേ അവിടെ നടന്ന്? അതിന് നൂരിപ്പോന്നൊരു പെൺകുട്ടി, അതിനെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ തന്നെ സംരക്ഷിക്കല. നിങ്ങൾ ഇങ്ങനെ വികാരം കൊള്ളണ്ട. കുട്ടിയെ വിട്ടുതരുന്നതിൽ ഒരു വിരോധവും ഇല്ല. പക്ഷെ അവളൊന്ന് നോർമൽ ആവട്ടെ. പോലീസിലും കൂടി അറിയിച്ചിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ. വന്നോളി. സാഹിറ, രായി മുസ്ലിയാർ, എടക്കര ജമാഅത്ത് പള്ളിയിലെ ഖാദി. എടക്കര ഹുസൈനാജി, എടക്കര സമത്. ആർക്കെ കുട്ടീന്റെ നാട്ടിലെ പ്രധാന ആൾക്കാരാ. പാവം കുട്ടി, ഭാഗ്യത്തിന് അതിന് ഏതൊക്കെ ബന്ധുക്കളെ കിട്ടി. ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കായിരുന്നു ഈ കുട്ടി ഇനി എവിടേക്ക് പോകുമെന്ന്. എന്തായാലും സമാധാനായി. ആ ജമീലെ, നിങ്ങളിപ്പോ ബന്ധുക്കളായല്ലേ? ആ അതെ, കൂടുതലൊരു ബന്ധം ഉണ്ടാകാൻ പോവാ ഞങ്ങൾ തമ്മിൽ. അതെന്താ? ഇനിയും കൂടെ കെട്ടാനുള്ള ഒരുക്കത്തില്ല എന്റെ കെട്ടിയോ. ഛേ, അയാൾ അത്ര വൃത്തികെട്ടവന്. ഇത് വലിയ ത്യാഗാന്നാ മൂപ്പരെ ആൾക്കാർ പറയണേ. ആരുമില്ലാത്ത കുട്ടീനെ രക്ഷിക്കാ പോലും. ഉള്ളിലിരിപ്പ് എന്താന്ന് എനിക്കല്ലേ അറിയൂ. ഒരു പുതിയ പെണ്ണിനെയും കൂടെ അനുഭവിക്കാൻ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ഒഴിവാക്കാമല്ലോ. സമ്മതിക്കരുത്, അത് നിങ്ങൾ തടയണം. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഞങ്ങളുടെ ഇടയിൽ പെണ്ണുങ്ങൾ വിചാരിച്ച ഒന്നും നടക്കൂല. ആഹാ, നീ ഇവിടെ വരെ തനിച്ച് നടന്നോ? കൊള്ളാലോ. ഇരിക്കെ. എന്തു പറ്റി? എന്താ നീ വല്ലാണ്ടിരിക്കുന്നേ? മാഡം, എന്നെ ഓരോട് വിടരുത്. എന്താ നീ പറയുന്ന സായിറ? അയാളെന്നെ നിക്കാഹ് കഴിക്കാൻ പോവാ. ആര്? ഓ ആത്മി, പള്ളിക്കാരൻ കൂട്ടി വന്നില്ലേ അയാള്. ആ കാതർ കുട്ടിയോ? അവൻ പക്ഷെ കല്യാണം കഴിച്ച് കുട്ടിയൊക്കെ ഉള്ള ആളല്ലേ? അയാളുടെ ബേബി വന്ന് പറഞ്ഞതാ. എന്നെ ഓരോട് വിടരുത്. മോള് വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഞാൻ ഡോക്ടർ ഗോപിനാഥനോടൊന്ന് സംസാരിക്കട്ടെ. മോളിപ്പോ ചെന്ന് കിടക്ക്, ഞാനും കൂടി വരാം. 1 മിനിറ്റ്. സോറി, ഇന്നലെ കുറച്ച് ഓവറായിപ്പോയി. മൊബൈലൊക്കെ എവിടെയോ പോയി, കാലത്താണ് കിട്ടിയത്. ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഇറങ്ങിയതാ. ഇന്ന് പിന്നെ അങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ചു. ഹേയ്, ഇപ്പം മദ്യപിക്കൊന്നുമല്ല,
ഒരു ചായ കഴിക്കുക. പറഞ്ഞോളൂ. ഇവർക്കൊക്കെ 3-4 കെട്ടാനുള്ള ലൈസൻസ് ഉള്ളതാ. നമുക്ക് എന്താ ചെയ്യാൻ കഴിയാ? സാഹിറ, ഞാൻ നിനക്ക് ഒരു സ്റ്റൈലൻ ചുരിദാർ വാങ്ങിയിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ നിന്നെ നാട്ടിൽ കൊണ്ടുപോകാനുള്ളതാ. അപ്പം നല്ല ഡ്രസ്സ് തന്നെ ഇടണം. ഈ എന്താ ഒന്നും മിണ്ടാത്ത്? ഞാൻ അന്യനൊന്നുമല്ലല്ലോ. വേറെ ചില വിശേഷങ്ങളൊക്കെ ഉണ്ട്. എടോ, ആ പെൺകുട്ടിക്ക് അധികം സംസാരിക്കാനൊന്നും വയ്യാത്ത താൻ ഉപദ്രവിക്കാണ്ട് പോയേ. അതെന്താ ഡോക്ടറെ? കൂട്ടക്കാരെയും കുടുംബക്കാരെയും ഒന്ന് കാണാനും പാടില്ലേ? താനിപ്പോ അങ്ങനെ കാണാൻ നിൽക്കണ്ട, പോയേ. നിങ്ങൾ കള്ളു കുടിച്ചിട്ട് വെറുതെ എന്നോട് ചൂടാവണ്ട. ചൂടായ നീ എന്തിയോടാ? ദാ എടാവാടോന്നൊക്കെ വിളിച്ചാ ഡോക്ടറാണെന്ന് ഞാൻ നോക്കൂല. ചെറിയ പെൺകുട്ടികൾ കണ്ട നിനക്ക് അങ്ങോട്ട് കെട്ടണല്ലോ. അത് ഞങ്ങളെ സ്വന്തം കാര്യ. ഡോക്ടർ ഗോപിനാഥ്, ഇതൊരു ആശുപത്രിയാണ്. വയ്യാതെ കിടക്കുന്ന രോഗികളുടെ മുമ്പിൽ ഇങ്ങനെ ഡ്രങ്കായി ബഹളം വെക്കാൻ പറ്റില്ല. ഞാൻ പക്ഷേ വലിയ ഉപകാരം. മതി താങ്കളുടെ സേവനം. കാതറൂട്ടി പോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ കുട്ടീനെ 2 ദിവസം കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകും. അത് 2 ദിവസം കഴിഞ്ഞ് നോക്കാം. അതുവരെ ഇവിടെ ഇങ്ങനെ വരണ്ട. പോ. എന്നാലും ഗോപിനാഥൻ സാർ ഒരു ഡോക്ടറല്ലേ? ഇങ്ങനെ മോശമായിട്ട് മാഡം പറയാൻ പാടില്ലായിരുന്നു. ഡോക്ടർമാർ തമ്മിലുള്ള ബന്ധമല്ല അവരുടേത്. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ഒരുപാട് കാലം. ഹലോ ഹലോ മാഡം, ഹലോ മാഡം, ഒരു മിനിറ്റ്. സോ യു മേഡ് എ ഫുൾ ഓഫ് മീ അഗെയിൻ. തനിക്ക് വേണ്ടിയാ? Forget it. ഞാനിങ്ങനെ കായതിനു പിന്നിൽ തനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലല്ലോ അല്ലേ? തൻ്റെ തീരുമാനങ്ങളൊക്കെ കറക്റ്റ്. ഞാനൊരു മണ്ടൻ. ആ പോയിക്കോ. ഇതെവിടേക്കാ കൊണ്ടുപോണേ? ഇത് കുലുസുമ്മായി, സായിറാന്റെ വാപ്പാന്റെ നേരെ അമ്മായി. വേറെ പേരക്കുട്ടീനെ കാണാൻ വന്നതാ, സായിറാനെ. ആ യൂസഫിൻ്റെ അതേ കണ്ണും അതേ മൂക്കും. ഇത് നമ്മളെ യൂസഫിൻ്റെ മോള് തന്നെ. എടുക്ക്. ആ പേഷ്യന്റിനെ ജനറൽ വാർഡിലേക്ക് മാറ്റിക്കോളൂ. ഓക്കെ ഡോക്ടർ. ഹേയ്, എന്താ ഇതൊക്കെ? കുലുസുമ്മായി, സായിറാന്റെ ബാപ്പാന്റെ അമ്മായി. നിങ്ങളോട് ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ ഈ കുട്ടിയെ കൊണ്ടുപോവാന്ന്. അതുവരെ ഇങ്ങോട്ട് വരണ്ട. പോ പോ പോ. എലിസബത്ത്, ഇനി ഈ കുട്ടിയെ കാണാൻ ആരെ അനുവദിക്കരുത്. ഈശോയെ, ഈ കുട്ടി ഇതെവിടെ പോയി? സുഷമേ, ഈ കൊച്ചെവിടെ പോയി? കുറച്ചു മുമ്പ് ഞാൻ അവിടെ കണ്ടതാണല്ലോ.
ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ കർത്താവേ, ഡോക്ടറോട് ഞാൻ എന്താ പറയാ? മാഡം, മാഡം. എന്താ എലിസബത്ത്, എന്താ കാര്യം? മാഡം, സാഹിറയെ കാണാനില്ല. സാഹിറയെ കാണാനില്ലെന്നോ? വാട്ട് യു മീൻ? എവിടെ പോയി അവള്? അറിയില്ല മാഡം. ആശുപത്രി മുഴുവൻ ഞങ്ങൾ അരിച്ചു പെറുക്കി, പക്ഷേ യാതൊരു വിവരവുമില്ല. ഈ കുട്ടി എവിടെ? സാഹിറ പോയി. സാഹിറ പോയാ? എങ്ങോട്ട് പോയി? എങ്ങോട്ടെന്നറിയില്ല, പോയി. അല്ലാ, എടുക്ക്. ഇറങ്ങുന്നില്ലേ? ഇവിടെ വരെ ഉള്ളൂ. ഇതാ മേപ്പാടി. പോവാം. നിങ്ങൾ ഞങ്ങളെ കുട്ടീനെ എങ്ങോട്ടാ മാറ്റിയേ? ആരെ? സാഹിറയോ? ഓ, അപ്പൊ കുട്ടിയുടെ പേര് കൂടി നിങ്ങൾക്ക് അറിയില്ലല്ലേ? അവൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാ പറ്റൂല. ഓളെ കാണാൻ വന്നവരല്ല നിങ്ങൾ എന്നല്ലേ പറഞ്ഞാട്ടെ. ഓളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോ സൂക്കേട് മാറിയിട്ടില്ല, പോലീസ് പറയണം എന്നൊക്കെ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞുണ്ടാക്കി. ഇപ്പൊ പറയണ കുട്ടീനെ കാണാനില്ല എന്ന്. ഇതിൽ നിന്നല്ല ഞങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ? ഇതിന്റെയൊക്കെ പിന്നിൽ ആസൂത്രിതമായ എന്തോ തീരുമാനങ്ങളുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഗുജറാത്തിലെ ഞങ്ങൾ 12,000 ആൾക്കാരെ കൊന്നൊടുക്കേണ്ട ഏക തെളിവാ കുട്ടി. അതാണ് ഇല്ലാണ്ടാക്കിയത്. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന സാഹിറ എന്ന ഗുജറാത്തി പെൺകുട്ടിയെ കാണാതായതിനെ ചൊല്ലി ആശുപത്രി അധികൃതർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നു. പെൺകുട്ടി അപ്രത്യക്ഷമായതിന് ഉത്തരവാദി ഡോക്ടറാണെന്ന് ആരോപിച്ചായിരുന്നു ചില സമുദായ നേതാക്കളും സംഘടനകളും കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. ഒരു ഗ്ലാസ് വെള്ളം തരൂ. ഗുജറാത്തിൽ ഈയിടെ ഉണ്ടായ വർഗീയ കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ സാഹിറ മാർച്ച് 2-ാം തീയതിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. സാഹിറയുടെ അച്ഛനമ്മമാരും അനിയത്തിയും കലാപത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. സാഹിറയുടെ പിതാവ് യൂസഫ് അലി കോഴിക്കോട് എടക്കര സ്വദേശിയായിരുന്നു.
കൂടെ പോരുന്നോ? അത് ശരി, ഓടുക. ആടെ നിക്കുന്നു, അവിടെ നിക്ക് പെണ്ണേ. എന്താ പ്രശ്നം? സാധനം കുഞ്ഞലക്ഷ്മി, ഈ ഒറ്റപ്പെടൽ വല്ലാത്ത സങ്കടം തന്നെയാണ്. ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്ക്. നീയും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു എൻ്റെ സ്ഥിതി? 3 മക്കളുണ്ടായിട്ട് എന്താ കാര്യം? എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം. കുഞ്ഞലക്ഷ്മി, ഇതെന്താ ഒരു പെൺകുട്ടി? ആരാ? എവിടുന്നാ? എന്താ ഇതിനകത്ത്? കുട്ടിയെ അവർ ഓടിക്കായിരുന്നു. മോളെ എവിടുന്നാ? ഗുജറാത്തിൽ നിന്ന്. അവിടുന്ന് മുതൽ എന്നെ ഓടിക്കുക. ഓടി ഇവിടെ വാപ്പന്റെ നാട്ടിലെത്തിയപ്പോ രക്ഷപ്പെട്ടോന്ന് കരുതി. പക്ഷെ ഇവിടെ ഗുജറാത്തിലെ ഇപ്പോഴത്തെ കലാപത്തുനിന്ന് മോളുടെ ബാപ്പയും ഉമ്മയൊക്കെ എല്ലാരെയും കൊന്നു കത്തിച്ചു കളഞ്ഞു. എന്റെ ബാപ്പാനെ, ഉമ്മാനെ, എന്റെ അനിയത്തേനെ. കുഞ്ഞലക്ഷ്മി, മോക്ക് വിശക്കുന്നുണ്ടോ? ആ, ദാ. കഴിച്ചോളൂ. എന്താ മോളുടെ പേര്? സഹറ. ഉറങ്ങിക്കോളൂ. സെക്യൂരിറ്റി ആയിട്ട് ഞാൻ അടുത്തുണ്ട്. കുഞ്ഞലക്ഷ്മി, ഇതാ നോക്കിയേ, നമ്മുടെ മോള് തന്നെ കല്യാണത്തിന് മുമ്പ്. ഇപ്പം അവൾ വലിയ പത്രാസുകാരിയായി പോയില്ലേ. അച്ഛനെ തിരിഞ്ഞു നോക്കാൻ സമയമില്ല. പക്ഷേ നേരത്തെ അവൾ ഇങ്ങനെയായിരുന്നു. പാവം, ആരും ഇല്ലാണ്ട് ഭയന്നു വിടുകയാണ്. ഇവളെ നമുക്ക് വളർത്താം കുഞ്ഞലക്ഷ്മി, നമ്മുടെ സാഹിറായെ. സാഹിറ
സാഹിറ വേണ്ട, അത് അപകട. പിന്നെ രാധ. ഏതാ ഈ കുട്ടി? ഇജേതാ? അന്റെ പേരെന്താ? ഓ, പേരില്ലേ? ഓളുടെ പേര് രാധ. എൻ്റെ ഭാര്യയുടെ ബന്ധത്തിൽപ്പെട്ട കുട്ടിയാ. എവിടെ സ്ഥലം? മതിലകത്താ. അതിന് കുഞ്ഞലക്ഷ്മി അമ്മേന്റെ വീട്ടുകാര് വടക്കാഞ്ചേരി അല്ലേ? അതും മതിലകത്തുനിന്ന് പോയതല്ലേ വടക്കാഞ്ചേരിക്ക്? അതെപ്പോ? അത് വളരെ മുമ്പാ. ഇക്കുട്ടി മുണ്ടൂലേ? മിണ്ടും, നല്ലോണം മിണ്ടും. മിണ്ടാൻ തുടങ്ങിയാ പിന്നെ നിർത്തൂല. എന്നാ പിന്നെ മുണ്ടണ്ട. ചേച്ചിന്റെ പേരെന്താ? രാധ. ഈ ബോംബെ അധോലോകം എന്നൊക്കെ പറയണത് നിങ്ങൾക്ക് അങ്ങനെ നിസ്സാരാക്കി തള്ളിക്കളയാൻ പറ്റൂല. അവിടെ നടക്കണ ഏത് വലിയ ലഹളൻ്റെ പിന്നിലും ഞങ്ങളുടെ ആൾക്കാരുണ്ടാവും. ലഹള ഉണ്ടാവുമ്പോൾ രണ്ട് സൈഡിലും വെട്ടുന്നത് ഞങ്ങളെപ്പോലുള്ളവരാ. അമ്മാമല അറിയണവര് പൈസക്ക് വേണ്ടി വെട്ട് തന്നെ. കൊണ്ടും കൊടുത്തും കൊല്ലത്രേ പോയത്. ആവശ്യം കഴിഞ്ഞ് എൻ്റെ കാലൊടിഞ്ഞപ്പോൾ ലങ്കടെ സലീമെന്ന് വിളിച്ച് പരിഹസിച്ചോര്. നന്ദി കേട്ടവന്മാര്. ഗോപാലട്ട ബോംബെ കിസ്സ പറയുന്നേ അല്ലേ? വേറെന്താ പണി? ഗോപാലൻ ഇരിക്കും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്നല്ല ഗുജറാത്തിൽ ഇപ്പൊ നടന്നത്. അവിടെ അല്ല മുസ്ലിങ്ങളെ മുഴുവൻ തെരഞ്ഞെടുത്ത് ഇല്ലാണ്ടാക്കാനുള്ള പുറപ്പാടല്ലായിരുന്നോ? ഒരൊറ്റ മുസ്ലിം പെണ്ണുങ്ങളെയും പകയന്മാര് വെറുതെ വിട്ടില്ല. കുഞ്ഞലക്ഷ്മി, ഇന്നേരം കൂട്ടടിക്കട്ടോ, നീ പൊറുക്കണം. സലീമക്ക, ഹാജരാത്ത വരുന്നുണ്ട്. അപ്പൊ ഞാൻ സഭ തുടങ്ങിയോ? താത്തോ, നിങ്ങളുടെ മുള കൊണ്ടുള്ള ഈ സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് എന്ന് പറഞ്ഞു വരേനി. അധികം ആക്കണ്ട, വേഗം നിർത്തിക്കോളി. ഗോപാലേട്ടൻ എന്താ ഇന്ന് ഡ്യൂട്ടി ഒന്നും ഇല്ലേ? പിന്നെ ഞാനിതാ പോവായി. അല്ല ഗോപാലേട്ടാ, ഇങ്ങക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ കാക്കാനോട്? ഒരു പണിയെടുക്കാണ്ട് ഒറ്റത്തടിയായിട്ടേ ഈ ബോംബെ കേസ് പറഞ്ഞ് എത്ര നാളാച്ചിട്ടാ. നിങ്ങൾ ബേജാറാവണ്ട, സലീം ഭായി പല പരിപാടികളും ആലോചിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്നും ശരിയാണ്ടിരിക്കില്ല. അല്ല
അല്ല മോളെ അച്ഛൻ്റെ അടുത്തുള്ള ബയ്യൊക്കെ മറന്നോ? നിങ്ങൾ കളിയാക്കല്ലേ പാത്തംതാ. അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി ഇവന്റെ അച്ഛനോട് നോണയം പറഞ്ഞു ഓടി വരിക ഞാൻ. ഓ എന്നാ ചെല്ലേ, ഗോപാലേട്ടൻ ഉറങ്ങാ തോന്നുന്നു. ഉമ്മച്ചിയുടെ കുശുമ്പിന് കുറവൊന്നുമില്ല. അച്ഛാ, മുത്തശ്ശാ, നീ ഏതാ പെണ്ണേ? ചോദിച്ച കേട്ടില്ലേ നീ ഏതാന്ന്? പണിക്ക് നിൽക്കുന്നതാ? പണിക്ക് നിൽക്കുന്നതാണോന്ന്? നിനക്കെന്താ നാവില്ലേ? മോനൊരു ഗ്ലാസ് പാല് ചൂടാക്കി കൊടുക്ക്. ഇവിടെ വീട് വൃത്തിയാക്കലൊന്നും ഇല്ലേ? വെറുതെ തിന്നു മുടിക്കാൻ വേണ്ടി നിൽക്കാൻ തോന്നാ പെണ്ണ്. മോനകത്ത് പോയി പാല് വാങ്ങിച്ചു കുടിച്ചു. അമ്മേ നോക്ക്, ഈ ഗ്ലാസ് പൊട്ടിച്ചു. അയ്യോ, ഞാനല്ല. മോശം. എവിടെ നോക്കിയാടി പണി? വിലാസിനി, ആ കുട്ടിയെ ഉപദ്രവിക്കണ്ട. മോളതൊക്കെ ഒന്ന് പെറുക്കിയെടുത്തുകള. മോളോ? ഏത് മോള്? വിലാസിനി ആരോരും ഇല്ലാത്തൊരു കുട്ടിയാ അത്. അതിനെ വിട്ടേക്ക്. മോർണിംഗ്. അച്ഛനെന്താ അനാഥാലയം നടത്തുക? ഞാൻ തന്നെ ഒരു അനാഥനല്ലേ മോളെ ഇപ്പോ? ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോഴോ? ഓ, ഞാനും ഏട്ടന്മാരും ഒന്നും അച്ഛന് മക്കളായിട്ട് തോന്നുന്നില്ല അല്ലേ? എല്ലാരും മക്കള് തന്നെയാ. ഒരുപാട് സ്നേഹം തന്നാ വളർത്തിയതും. എന്നിട്ട് എന്നോട് നിങ്ങൾ അമ്മയോടും എന്ത് സ്നേഹം കാട്ടിയത് നിങ്ങളൊക്കെ? കുഞ്ഞലക്ഷ്മി, ഇല്ല, ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പൊ ഞങ്ങളോട് പ്രതികാരം വീട്ടാനാണല്ലേ അച്ഛൻ ഈ ആലമ്പ് പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച്? വിലാസിനെ വൃത്തികേട് പറയരുത്. അച്ഛന് വൃത്തികേട് കാണിക്കാം അല്ലേ? അവിടെ അവിടെ പുതിയ മോളുടെ കൂടെ ഇങ്ങ് പുറത്തു. മോളെ കരയണ്ട, അതും എൻ്റെ മോള് തന്നെയാണ്. ചേച്ചി വഴക്ക് പറഞ്ഞൊന്ന് കരുതിയാ മതി. നിന്റെ ബാഗ് നോക്കി ഇറങ്ങണേ. ചേച്ചി ടാറ്റാ. ടാറ്റാ. ബൈ ബൈ. ബൈ ബൈ. शमला, शमला रुक जा, शमला। बाय बाय। जमीला था വല്യമ്മ വല്യമ്മ വേഗം വരി രാധേച്ചി നിസ്കരിക്കുന്ന കടുത്തരാ. എന്താ മോളെ ഈ പറയുന്നത്? രാധ നിസ്കരിക്കേ? അതെ വല്യമ്മ, ഞങ്ങൾ എല്ലാരും കണ്ട് ശരിക്കും നിസ്കരിക്കന്നെയാ. ഹോജരാജാവായ തമ്പുരാനെ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? റബ്ബേ, അടച്ച റബ്ബേ.
സുബ്ഹാനല്ലാഹ്. യാ റബ്ബി. എന്താടി കാട്ടുന്നത്? നിസ്കരിക്കേ ഉമ്മ. നേരെ പറഞ്ഞു. ഇജാരാ? എന്താ എന്റെ പേര്? പറയടി പേര്. സാഹിറ. പിന്നെ തന്നെയാണ് ഇജ് രാധ എന്ന് പറഞ്ഞത്. ഇജോട് പുറത്തേക്ക് വാ. ബോംബെയിൽ വെച്ച് കാലുപോയേൽ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല ഗോപാലേട്ട. അവിടുത്തെ ജീവിതം എന്നെ ചില വലിയ കാര്യങ്ങൾ പഠിപ്പിച്ച്. മനുഷ്യരാ ഗോപാലേട്ട വലുത്, അല്ലാണ്ട് ജാതി മതമൊന്നല്ല. എന്ത് സത്യം കുഞ്ഞലക്ഷ്മി, നീ അത് ശരി. ഗോപാലേട്ടന് ഒന്നും അറിയാത്ത മാതിരി ഈടെ ഇങ്ങനെ നിക്ക അടിക്കണ്ടതാ നിങ്ങളെ. വീരാനെ, അന്റെ പെരടിക്കൊന്ന് തരും ഗോപാലേട്ടനെ തോന്നിയാസം പറഞ്ഞാല്. എന്ത് വൃത്തികേടാ ഇയാൾ കാണിച്ചെന്ന് ചോദിച്ചു നോക്ക്. ഗുജറാത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ ഒരു മുസ്ലിം പെൺകുട്ടീനെ പേരും മാറ്റി ഹിന്ദു ആക്കി കൂടെ പൊറപ്പിച്ചിരിക്കുകയാണ്. ഗോപാലേട്ട, തളിര് പോലത്തെ ഒരു പെൺകുട്ടി രാത്രിയിൽ അതിനെ വഴിയിൽ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുന്നത് കണ്ടപ്പോൾ ഞാൻ സഹായിച്ചതാ. മുസ്ലിമാണോ ഹിന്ദു ആണെന്നൊന്നും ഞാൻ നോക്കിയില്ല. എന്ത് കൂളായിട്ട് നിങ്ങൾ ഈ പറയണ ഗോപാലേട്ട. ഗുജറാത്തിൽ നിന്ന് വന്നൊരു മുസ്ലിം പെൺകുട്ടി നിങ്ങളെ പൊരയിലുണ്ടെന്നോ? ഛേ, അതും നിങ്ങൾ ഒറ്റക്ക് താമസിക്കുന്നിടത്ത് ഒരു മുസ്ലിം പെൺകുട്ടീനെ പേര് മാറ്റി ഹിന്ദു ആക്ക്. അല്ല, എന്താ നിങ്ങളെ പരിപാടി? നമുക്കിവിടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട്, പള്ളി കമ്മിറ്റി എന്ന് പറയും. അറിയാം. എന്നാലും എന്റെ മോളെ എങ്ങനെ എനിക്കിത് ചെയ്യാൻ തോന്നി? ഇതൊന്നും പടച്ചോൻ പോർക്കൂല്ലോ. അതിന് ഓളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഓളെ കൊണ്ട് ഇത് ചെയ്യിച്ചതല്ലേ? മൂപ്പരല്ല അവിടെ നിക്കണേ. എവിടെ? ആ, എന്നാ അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇന്നാലും എന്റെ ഗോപാലേട്ട, ഇങ്ങളെ ഈ ചതി നമ്മളോട് ചെയ്യുന്ന വിചാരിച്ചില്ല. ഞങ്ങളെ സമുദായത്തിന് എത്ര വിലയില്ലാണ്ടായി പോയ ഞങ്ങൾക്ക്. എന്ത് ധൈര്യത്തിലാ ഞങ്ങളെ കുട്ടി ഞങ്ങൾ ഇത്രയും കാലം ഹിന്ദുവാക്കി കൊണ്ടുവരുന്നത്? ഗുജറാത്തിലെ നരഹത്യ എന്ന ജീവനും കൊണ്ട് ഓടിപ്പോകുന്നൊരു പെൺകുട്ടിയാവോള്. ഓളെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുള്ള മാർഗം എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. അല്ലാണ്ട് വെറുതെ തർക്കിച്ച സമയം കളയലല്ല. നമ്മളൊക്കെ ഇവിടെ ഉള്ളപ്പോ നമ്മളെ സമുദായത്തിൽപ്പെട്ടൊരു കുട്ടീനെ ഹിന്ദു പേരിട്ട് ഒരുത്താൻ കൂടെ പാർപ്പിക്കേ? ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതണം എന്നാണോ ആചാര്യ പറഞ്ഞത്? യത്തീമായൊരു കുട്ടിക്ക് കയറിക്കിടക്കാൻ ഒരു ഇടം കൊടുക്കല്ലേ നമ്മുടെ ഗോപാലട്ടൻ ചെയ്തിട്ടുള്ളൂ. സ്വന്തം മോളെ പോലെ അയാൾ ഓളെ കരുതിയിട്ടുള്ളൂ. ഇതിപ്പോൾ അത്ര വലിയ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആ, നമ്മളിപ്പോൾ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഓളെ ഏറ്റെടുക്കാൻ തീരുമാനിക്കുക.
അന്റെ ഗുജറാത്ത് കിട്ടണക്കാട്ടും നല്ല മുന്തിയ ഭക്ഷണാണ്. നല്ലോം കഴിച്ചൂട്. ഇന്നലെ എന്നെയല്ല ഓളെ ടീച്ചർ ചീത്ത പറഞ്ഞ ചോദിച്ചോക്ക്. നമ്മള് രാധേച്ച് നിക്കണേ. സായിറ, ഈ സുബൈദ അസലായിട്ട് പാടും. നേരോ ഇവര് വെറുതെ പറയാ. എന്ത് രസമാണെന്ന് അവളുടെ പാട്ട് കേൾക്കാൻ. കരച്ചില് വരും. സുബൈദ ഇന്ന് എന്തായാലും പാടണം. താത്ത അറിഞ്ഞ പിന്നെ അടീന്റെ പൂര. എനിക്ക് പേടിയാ. അതിന് ഓരിവിടെ ഇല്ല. മൂസാജിന്റെ പെരയിലൊരു സൽക്കാരത്തിന് പോയതാ. ഇപ്പൊ ഒന്നും വരൂല. മുള്ളുള്ള മുരിക്കിന്മേൽ മൂവന്തി പടർത്തിയ മുത്തുപോലെ തൊടുത്തൊരു പനിനീരേ പനിനീരേ കാറ്റൊന്നനങ്ങിയാൽ കരൾ നൊന്തു പിടയുന്ന കണ്ണാടി കവിളത്തെ
കർത്താവേ റബ്ബേ. അല്ലാഹുമ്മ ഫീമാ റസ്കിനാ വക്കിനാ അദാബന്നാർ. അല്ല, ഈ നേർച്ചച്ചോറിന്റെ ഉദ്ദേശം എന്ന് പറയണ്ടേ? മൊയിലേറെ, ഇതെന്റെ മരുവനാ. കുറെ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവനുണ്ടായ കുട്ടിയാ ഫാത്തിമ സോറ. ആ കുട്ടിക്കും വേണ്ടി മൊയിലേർ പ്രത്യേകം ഒന്ന് ദുആരക്കണം. ഇൻഷാ അല്ലാഹ്. ഫാത്തിമത്തു സുഹ്റ എന്ന കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തുന്നും ദുനിയാവുന്നും മഗ്ഫിറത്തും റഹ്മത്തും ബർക്കത്തും കൊടുക്കട്ടെ. ആമീൻ വറഹ്മത്തിക യാ അർഹമുർ റഹീമീൻ. ആമീൻ. എന്നാ പിന്നെ വിളമ്പല്ലേ? ഒരു ചുറ്റിക്കളി. ഈ പൊടി ഈ കുട്ടിയെ ശ്രദ്ധിച്ചോ? കാണാൻ നല്ല ചേലുണ്ട്. സൈനത്ത, ഏതാ കുട്ടി? ആയിരിക്കുന്നതോ? ഓള് സായിറ, ഗുജറാത്തിൽ നിന്ന് വന്ന കുട്ടിയാ. നമ്മളെ ഗോപാലേട്ടൻ. ആ അതന്നെ, അയാൾ ഒളിപ്പിച്ച് താമസിപ്പിച്ച പെണ്ണ്. അത് ശരി. ഗോപാലേട്ടൻ ആ ബൈക്കൊന്നും കാണാനില്ലല്ലോ. ഓ, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല, വയ്യ. ഗോപാലേട്ടൻ ചെയ്തത് അത്ര വലിയ തെറ്റാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നില്ല. ആ പെൺകുട്ടീനെ ഇന്ന് ഞാൻ കണ്ടു. സായിറ എന്നല്ലേ ഓളെ പേര്? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ തളിര് പോലത്തെ കുട്ടി. ആർക്കും ഓളെ സംരക്ഷിക്കാൻ തോന്നും. ഗോപാലേട്ടാ, ഞാൻ ഓളെ സംരക്ഷിക്കാൻ പോവാ. കുഞ്ഞലക്ഷ്മി, ഞാനോളെ കെട്ടാൻ പോവാ. ചെറിയ കുട്ടീനെയോ? അരുത് സലീം ഭായി. ഛേ, നിങ്ങളെന്തെങ്ങനെ? ഞാനോളെ ചതിക്കാനൊന്നല്ല, യത്തീംഖാനെ കിടന്ന് മുരടിച്ചു പോകുന്ന ഒരു പെണ്ണിന് നല്ലൊരു ജീവിതം കൊടുക്കാന്ന് വെച്ചിട്ടാ. പക്ഷെ അതിന് നിങ്ങളുടെ മോളാകാനുള്ള പ്രായമല്ലേ ഉള്ളൂ സലീം ഭായി. നിക്ക് മക്കളില്ല. ഇതാ നോക്ക്, എൻ്റെ ഭാര്യ മരിച്ചിട്ട് കൊല്ലം കുറയായി. ഇത്രയും കാലം പെണ്ണിട്ടാണ്ടിരുന്നത് മനസ്സിന് പിടിച്ചൊന്നിന് കിട്ടാത്തോണ്ടാ. ഇതിപ്പോൾ എനിക്ക് നല്ലോണം പിടിച്ച്. ഓളെ കെട്ടാനും പോറ്റാനുള്ള കഴിവ് എനിക്കുണ്ട്. നിങ്ങൾ വെറുതെ ബേജാറാവണ്ട. ആചാർ പറയണ മാതിരി ഏത് പെണ്ണിനെ കണ്ടാലും ചാടി വീഴുന്ന ആളൊന്നല്ല നമ്മളെ സലീം ഭായി. അയാൾ നല്ലോണം ആലോചിച്ചിട്ട് എടുത്ത തീരുമാനം അത്. കുട്ടീനാണെങ്കിൽ അയാൾ നല്ലോണം നോക്കുകയും ചെയ്യും. സലീം ഭായി വിചാരിച്ചാ ഇതൊരു നല്ല തറവാട്ടി പറഞ്ഞ കുട്ടികളെ തന്നെ കിട്ടും. എന്നിട്ടും അയാൾ ഇതിന് തയ്യാറാവെന്ന് വെച്ചാ നമ്മളെ പിന്തുണക്കല്ലേ വേണ്ടിയത്. അള്ളാന്റെ മാർഗത്തിൽ പുണ്യം കിട്ടാൻ ഇതിലും വലുതായിട്ട് എന്താ ഉള്ളത്? ആചാരം എന്താ ഒന്നും മിണ്ടാത്ത? നമ്മളിനിപ്പോ എന്താ പറയാ? ഈ ചോപ്പ കുറച്ചുകൂടി രസമല്ലേ? മഞ്ഞ കൊണല്ല. സായിറ, അന്നെ കാണാതെ ഒരാള് വന്നിക്കണ്. എന്നാ നിങ്ങള് സംസാരിച്ചിരിക്കും. അനക്കെന്നെ മനസ്സിലായോ? അന്നെ കെട്ടാൻ പോണ പുതിയാപ്പിളന്റെ അനിയത്തിയാ ഞാൻ. ഇക്കാക്ക കന്നെ നല്ലോണം ഇഷ്ടായി. കെട്ടിയോള് മരിച്ചിട്ട് 12 കൊല്ലായി. അതിൻ്റെ ഇടയിൽ ഒരാളെ ഇക്കാക്കാക്ക് പിടിച്ചിട്ടില്ല. എൻ്റെ ഭാഗ്യാന്ന് കൂട്ടിക്കോ. പുറമേ ഒരു മുരടനാന്ന് തോന്നിയാലും ഉള്ളിൽ വേറെ പാവാ, നല്ലോനാ. ഇവരാരാ? ഇത് നമ്മുടെ ഉസ്മാന്റെ പെങ്ങളാ.
ഇവരെ ഞാൻ മുമ്പ് കണ്ടേക്കണ്. ഇതടുത്തോളി. ഇത്താക്കിന് തിരക്ക് തന്നെ, ഒന്ന് കാണാൻ കൂടി കിട്ടൂല. അതെ, നിശ്ചയം കഴിഞ്ഞു കേട്ടോ. സഫർ 15-ന്, ഇംഗ്ലീഷ് മാസം ഏപ്രിൽ 28-ാം തീയതി കല്യാണം. മഹർ എത്രയാ? 2 പവന്റെ മാലയാ. എന്താ പോള് പറഞ്ഞേ? സാഹിറ, അനക്കെന്തൊരു സന്തോഷമില്ലാത്ത? ഇതിപ്പോ എന്റെ ഭാഗ്യം എല്ലാരും പറയണ. ഇവിടുന്ന് രക്ഷപ്പെടുന്ന എന്നെ ശരിക്കും ഭാഗ്യമല്ലേ? അന്നെ ഒരുക്കാനും പുയ്യാപ്ലന്റെ പേരെ കൊണ്ടാക്കാനും ഞങ്ങളൊക്കെ ഉണ്ടാകും. ഏതെങ്കിലും ഒരുത്തർ അന്നെ പിടിച്ച് കൊടുത്താല് എനിക്ക് പിന്നെ സമാധാനമായിട്ട് നാട്ടിൽ പോയിനി. ഒരിക്കൽ നേരം പോയത് അറിഞ്ഞില്ല. ശരിയാ, വേ നടക്കില്ല. എൻ്റെ അധികാരത്തിൽപ്പെട്ട യൂസഫ് അലി എന്നവരുടെ മകൾ സാഹിറ എന്നവളെ 2 പവൻ സ്വർണ്ണാഭരണം മെഹറിന് പകരം ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു. ഇണയാക്കി തന്നു. കബിൽത്തു മിൻക നിക്കാഹഹ വതസ്വീജഹ ബിഹാദൽ മഹറിൻ മദ്കൂരി വറളിയതു ബിഹി. നിങ്ങളെനിക്ക് വിവാഹം ചെയ്തു തന്ന നിങ്ങളുടെ അധികാരത്തിൽപ്പെട്ട യൂസഫ് അലി എന്നവരുടെ മകൾ സാഹിറ എന്നവളെ ഞാൻ സ്വീകരിച്ചു. തൃപ്തിപ്പെട്ടു. അൽ-ഫാത്തിഹ. വാ. അടുത്തേക്ക് വാ. പേടിയാ? എന്തിനാ പേടിക്കണം? എന്തിനാ പേടിക്കണ്? അത് ശരി, ഹിന്ദിയാ? ഇന്നോടാ കിടക്കടി അവിടെ. ഞാൻ നേരായി ഞാൻ ക്ഷമിക്കണം. പറഞ്ഞാല് പിന്നെ ബലം പിടിക്കണ്ട.
मार डालो सबको, जाओ। ഇത് എവിടേക്കാ എന്റെ റബ്ബേ വിളി ഇറങ്ങി ഓടുന്നത്? ഓളെ തടയണ്ട, ഓളൊറ്റക്കല്ല. 2002 के दंगे में पुलिस वाले चारों तरफ से घर में घुसे और मेरे शोर को टेरेस के ऊपर ले जाके पुलिस वालों ने गोली मार दी। मेरा नाम रशीदा है, हम बेरामपुरे में रहते थे और हमारे लोगों के घर जला दिए गए, लूट लिए और पुलिस की हेल्प मांगी तो पुलिस ने हमको गालियां दी और हमारे पर जुल्म किया, हमको औरतों को मारी। हर जगह औरतों का यही हाल था, सभी कैंपों में। और जब भी मैं उनको कहती कि मेरा भाई मेरा घर बचा तो हर रात के मुसलमान जगह जगह इधर उधर विस्थापित हो गए, उनकी हालत बहुत बुरी है। नगर में 300 से 350 मकान थे, वो सभी टोटली लॉस कर दिए थे, जला दिए लूटे और सब लोग कैंपों में चले गए थे। ये जमीन मेहरबान सबको अपने बाहों में समेटे हुए, इस पे अंकुर जो उगने की आजाद है, इस पे कीड़ों के घर के लिए भी जगह है, मगर औरतों के लिए इसके सीने पे कोई जगह तक नहीं। इसके सीने में दिल होगा तो जगह होगा। इतनी सारी बहनों पे रेप हो गया, 300 से 350 बहनों पे, फिर भी बलात्कार करने वाले लोग आज खुलेआम घूम रहे हैं और अभी तक हमको न्याय नहीं मिला। न्याय के लिए हम भटक रहे हैं, 5 साल हो गए, इतनी सारी जिंदगी खराब हो गई है लोगों की, रोजी रोजगार छिन गए, लोगों के काम धंधे नहीं है, घर से बेघर हो गए, बच्चे स्कूल तक नहीं जाते, सभी की जिंदगी खराब हो चुकी है। ഗുജറാത്തിലുണ്ടായത് യാദൃച്ഛികമായി സംഭവിച്ച ഒരു കലാപമല്ല, കരുതിക്കൂട്ടിയുള്ള കൂട്ടക്കൊലയായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് തെഹൽക്കയുടെ കണ്ടെത്തലുകൾ. ഗോദ്രയിൽ 2002 ഫെബ്രുവരി 27-ന് സബർമതി എക്സ്പ്രസിന് തീവച്ചതോടെയാണ് സംഭവങ്ങൾ തുടങ്ങിയത്. ये जमीन मेहरबान सबको अपने बाहों में समेटे हुए, इस पे अंकुर जो उगने की आजाद है, इस पे कीड़ों के घर के लिए भी जगह है, मगर औरतों के लिए इसके सीने पे कोई जगह तक नहीं। इसके सीने में दिल होगा तो जगह होगा।